തൻ്റെ സ്വന്തം വ്യാപാര ശൃംഖലയിൽ വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന ആദായത്തിൻ്റെ നല്ലൊരു ശതമാനം ഈ രാജ്യത്ത് ദുരിതം അനുഭവിക്കുന്ന സാധു ജനങ്ങൾക്ക് നൽകി മാതൃകപരമായ ജീവിതശൈലി ഫോളോ ചെയ്തു പോരുന്ന അച്ചായൻ ഗോൾഡിലെ അച്ചായനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. തുടർന്ന് കാണുക. നമസ്കാരം. ഈ അടുത്ത കാലത്തായി അച്ചായൻ ഗോൾഡിനെ പറ്റി ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡ് പോസിറ്റീവ് വീഡിയോകൾ വരികയും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പഴയ സ്വർണം വിലക്കെടുക്കുക, പണയനെടുക്കുക, പുതിയ സ്വർണം കൊടുക്കുക തുടങ്ങിയ ബിസിനസ് ശൃംഖലയായി ഏതാണ്ട് ഈ അടുത്ത കാലത്ത് 40ാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ജൈത്രയാത്ര തുടരുകയാണ്. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ ഏവരും കണ്ടതാണ്. എന്താണ് അദ്ദേഹം ചെയ്യുന്നതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം അദ്ദേഹം തന്നെ ചിത്രീകരിച്ച് ഒരു പരസ്യമാക്കി അദ്ദേഹത്തിൻ്റെ ഒരു വ്യാപാരത്തിൻ്റെ ഒരു ശൈലിയായിട്ട് ഫോളോ ചെയ്തു പോരുന്നു. അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റല്ല. കാരണം കോടികൾ മുടക്കി ഈ പത്രമാധ്യമങ്ങളിലും ടി വിയിലൊക്കെ പരസ്യം ചെയ്യുന്നതിനേക്കാളും നല്ലതായിട്ടാണ് അദ്ദേഹത്തിന് അത് തോന്നുന്നത്. ആ കാശ് സാധുക്കൾക്ക് കൊടുക്കുക, ആ കൊടുക്കുന്ന പേരും മറ്റുള്ളവരെ അറിയിക്കുക, അതിലൂടെ തന്നെ ഈ വ്യാപാര ശൃംഖല ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെയാണ് അദ്ദേഹം പഠിച്ച ഒരു ബിസിനസ് ശൈലി. അത് തെറ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ഒരു വീട് വെച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ഒരു വീടിൻ്റെ അടിത്തറ കെട്ടിയ വീട് അദ്ദേഹം ചെന്ന് കാണുകയും അദ്ദേഹം ബാക്കിയുള്ള പൈസയും കൂടെ കൊടുത്ത് അവരെ സഹായിച്ച് ആ വീട് പൂർത്തിയാക്കി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ അതിനകത്ത് അദ്ദേഹം ആ പരസ്യത്തിൽ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ വീട് അദ്ദേഹം പരിപൂർണമായിട്ടും പണിത് കൊടുത്തതാണ് എന്ന തരത്തിലാണ് ആ വീഡിയോയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു വാക്ക് ആ കുറിച്ച് ചേർത്താൽ മതിയായിരുന്നു. അതായത് ഇത് സർക്കാരിൻ്റെ തന്നെ ലൈഫ് പദ്ധതിയിലെ ഒരു വീടാണ്. ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ആ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്ത കൊണ്ടാണ് നമ്മളെ ആശ്രയിച്ചു, നമ്മൾ ബാക്കി പൈസയും കൂടെ കൊടുത്ത് അത് തിട്ടപ്പെടുത്തി ആ വീട് പണി പൂർത്തീകരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ കൊണ്ട് തീരാനുള്ള കേസേ ഉള്ളായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരു വാക്ക് പറയാത്തത് കൊണ്ടാണോ മറ്റോ ആണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയക്കാരെല്ലാം കൂടെ അത് ഒരു വലിയൊരു വിഷയമായി. എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ ഈ വെള്ളമുണ്ടിൻ്റെ കാര്യം പറഞ്ഞാൽ, നല്ല വെള്ളമുണ്ടാണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു കറുത്ത മറുകോ പാടോ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പൊങ്കാലായിട്ട് അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിൽ എത്തിക്കുന്നത്. അദ്ദേഹം അടുത്ത ദിവസം ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ട്, ഞാനിനി ചാരിറ്റി പ്രവർത്തനം നടത്തുന്നില്ല, നിർത്തിയെന്ന്. അതും ആ പറഞ്ഞതിനോടും എനിക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, നമ്മൾ ഇത്തരം പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ വിമർശിക്കാനും നമ്മുടെ കുറേ കണ്ണുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മൾ ചെയ്യുന്ന നന്മ 99% നന്മയാണെങ്കിലും 1% ഒരു തെറ്റുണ്ടാകും. ആ തെറ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് നമ്മളെ ക്രൂശിക്കാൻ നമുക്ക് ചുറ്റും ആളുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത കാലത്തല്ലല്ലോ അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തെപ്പറ്റി എനിക്ക് വ്യക്തിപരമായുള്ള ബന്ധവും പരിചയം കൂടി ഇതിനകത്ത് ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കോട്ടയത്തെ പ്രസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ഏതാണ്ട് 100-200 പേർക്ക് നിത്യനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നതാണ്. നമുക്ക് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വാതുക്ക ഏതാണ്ട് ഒരു 11:30 കഴിയുമ്പോഴത്തേക്ക് ധാരാളം സാധുക്കളായിട്ടുള്ള വ്യക്തികൾ വിശക്കുന്നവരോടെ വരികയും അദ്ദേഹത്തിൻ്റെ ഭക്ഷണപ്പൊതി മേടിച്ച് സ്വീകരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യും നമുക്ക് കാണാം. ഈ സംഭവം ഏതാണ്ട് അതൊന്നും പുള്ളി വീഡിയോ ഇട്ട് കാണിച്ചായിട്ട് എൻ്റെ അറിവിലില്ല, അങ്ങനെ ചെയ്തിട്ടും ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതാണ്ട് വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രവണതയാണ്. പോരാഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഒന്നും കൂടി മെച്ചപ്പെട്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഒന്നും കൂടി അത് സാധുക്കളെ തപ്പിച്ചെന്ന് നേരിട്ട് അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന സഹായം അർഹതപ്പെട്ടവരെ തപ്പിയെടുത്ത് അവർക്ക് ചെയ്തു കൊടുക്കുക. ചികിത്സയാണെങ്കിലും കൊള്ളാം, അതല്ലെങ്കിൽ വീടാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളൊക്കെ ആണെങ്കിലും കൊള്ളാം, അദ്ദേഹം ചെയ്തു വരുന്നു. അത്തരം പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിലൂടെ വീഡിയോയിലൂടെ പകർത്തി ലോകത്തെ അറിയിക്കുന്നു. അതിൻ്റെ പിന്നാമ്പുറം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ട്രിക്ക് തന്നെയാണ്. അതിൽ നമുക്കൊരു കുറ്റമൊന്നും പറയാൻ ഒക്കുകയില്ല. കാരണം ഇതൊന്നുമില്ല, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നുമില്ലാതെ കോടികൾ മുടക്കി നമ്മൾ പത്രമാധ്യമങ്ങളും ടി വിയിലൊക്കെ കൊടുക്കുന്നേക്കാളും നല്ലൊരു പ്രോസസ്സായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ അവസാനത്തെ ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ അവസാനത്തെ ആ വീടിന് കൊടുത്ത സഹായമാണ് അദ്ദേഹത്തിന് ഇത്രയ്ക്കും കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, സത്യസന്ധമായ രീതിയിൽ ബിസിനസ് നടത്തിപ്പോരുന്ന വ്യക്തിയാണ് അച്ചായനെങ്കിൽ അച്ചായൻ ഇത്തരം വിമർശനങ്ങളെ ഒന്നും എതിരേക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
നമ്മൾ സ്വന്തം അമ്മയെ തല്ലിയാലും 2 വർഷം കാണും, ന്യായം പറയാൻ ഒരു കൂട്ടർ കാണും. അത് നമുക്ക് ഏവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ ഓർത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണ്, നല്ല കാര്യമാണ്, അല്ലെങ്കിൽ നിയമാനുസൃതമുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേസ് കിട്ടാൻ വരുമ്പോൾ ഈ കേസുകൾ കുത്തിപ്പൊക്കി അതിലൂടെ ട്രെൻഡിങ് ആകാനായിട്ട് ഞങ്ങൾ പഠിച്ച പണി പലതും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അച്ചായനിപ്പം ഗോൾഡ് അല്ലെങ്കിൽ അച്ചായന് ഈ പറയുന്ന സോഷ്യൽ സർവീസ് അത് പരസ്യപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ആ പരസ്യപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്നാ? അച്ചായൻ്റെ പ്രസ്ഥാനത്തിന് ഒരു ഉയർച്ച ഉണ്ടാകുക, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അച്ചായന് കിട്ടുന്നുണ്ടല്ലോ. അച്ചായൻ്റെ ഈ ചെറിയ കുറവുകളെ ആരെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് ചെയ്ത് വലിയ രീതിയിലാക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ പണി ചെയ്തോട്ടെ എന്ന് വിചാരിക്കണം. അത് നിയമാനുസൃതം അച്ചായന് കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ രേഖകളെല്ലാം കറക്റ്റാണ്, അച്ചായൻ്റെ ഭാഗത്ത് തെറ്റും കുറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആരെ ഭയക്കണം, എന്തിന് ഭയക്കണം എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരേക്ക് എന്തിനാണ് ഭയക്കുന്നത്? ഇവരെ കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്? അല്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്മ നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നു അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് സൗഭാഗ്യം തിരികെ കിട്ടുകയുള്ളൂ. അല്ല ഒരിക്കലും നിങ്ങൾ ചെയ്ത നന്മയ്ക്ക് ഫലം ഉണ്ടാകാൻ പോവുകയല്ല. അച്ചായൻ്റെ ചാരിറ്റി പ്രവർത്തനം തുടരുക തന്നെ വേണം എന്ന് തന്നെയാണ്. അതിലൂടെ അച്ചായൻ ഈ പറയുന്ന നേരത്തെ എടുക്കുന്ന പോലെ സാധാരണ ചെയ്യുന്ന പോലെ ആ വീഡിയോ എടുത്ത് അച്ചായൻ പരസ്യപ്പെടുത്തിക്കുക. അച്ചായൻ്റെ പ്രസ്ഥാനത്തിന് വീണ്ടും ഉയർച്ചയിലേക്ക് എത്തട്ടെ. നമുക്ക് ചെയ്യുന്ന പോലെ അച്ചായൻ്റെ സംരംഭം ഓൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് അച്ചായൻ ഒരു കാരണവശാലും വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അച്ചായൻ്റെ ജൈത്രയാത്ര തുടരാൻ എൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.